നമസ്കാരം, ഞാൻ ദിനേഷ് സൗപർണിക. നമ്മൾ ഇന്നത്തെ സെയിൽ വീഡിയോ കണ്ടിട്ട് ധാരാളം ആളുകൾ എൻക്വയറി നടത്തി, ബുക്ക് ചെയ്തു, കുറേ ആളുകൾക്ക് അയച്ചു. ഇനി ബാക്കിയുള്ള ആളുകളുടെ ബുക്കിംഗ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുറേ ആളുകൾ ചോദിച്ചു, എല്ലാം ഒരേ വലിപ്പമാണോ, വലിയ ചെടികളാണോ? 250 രൂപയ്ക്ക് കൊടുക്കുന്ന ചെടികൾ ഇന്നലെ കാണിച്ചത് 300 രൂപയുടെ ചെടികളും 250ൻ്റെയാണ് കാണിച്ചത്. വലിയ ചെടികളാണ്. അതിൽ പിന്നെ ആവറേജ് സൈസ് വരുന്നത് ഇതെല്ലാം ആവറേജ് സൈസ് വരുന്നതാണ് കേട്ടോ. ഇതൊക്കെ 250 രൂപയ്ക്ക് ഇത്ര കടവണ്ണുള്ള നല്ല വലിയ ചെടികളാണ്. അതിൽ ഇടയിൽ കളർ ഷെയ്ഡ് വരുന്നത് ഇടയ്ക്ക് ഒന്ന് ചെറുത് വരും. കാരണം നമ്മളിത് പറിച്ചെടുക്കുമ്പോൾ നമുക്ക് അറിയില്ല ഇടയിൽ വരുന്നത്. അപ്പം നമുക്ക് ആ നമ്പർ പറഞ്ഞിട്ട്, ഇപ്പം ഇതിൻ്റെ ഈ നമ്പർ പറഞ്ഞിട്ട് ആ നമ്പറുള്ള ചെടികളാണ്, കളറാണ് വേണ്ടത് വെച്ചാൽ ആ പർട്ടിക്കുലർ ചെടി ആ ചട്ടിയിൽ നിന്ന് പറിച്ചെടുത്ത് നിങ്ങൾക്ക് തരണം. ഇപ്പം ഇതിൽ നോക്കുക, ഇതിൽ ഇത് 116 എന്ന് പറഞ്ഞൊരു നമ്പർ ആട്ടോ. അത് യെല്ലോ ആണ് ഷെയ്ഡ് വന്നിട്ടുള്ളത്. യെല്ലോ മഞ്ഞ കളർ പൂക്കളാണ്. മഞ്ഞ പൂത്ത് കഴിഞ്ഞിട്ട് അടുത്ത സ്റ്റേജ് വരുമ്പോഴേക്കും ഓറഞ്ച് ക്രീമൊക്കെ ആവും. പിന്നെ വരുന്നത് ഇത് വൈറ്റ് സിംഗിൾ പെറ്റലാണ്. വൈറ്റ് സിംഗിൾ പെറ്റലാണ് ഈ കാണുന്നത്. അത് 80 എന്ന് പറയുന്ന ഒരു കോഡിലാണ് ഉള്ളത്. പിന്നെ ഈ 133 എന്ന് പറയുന്ന ഒരു റെഡ് ഉണ്ട്. അതേപോലെ ഇതും റെഡ് 146. ഇതൊന്നും കണ്ടില്ലേ, 250 രൂപയുടെ ചെടിയാണ്. ഈ കണ്ടില്ലേ, ഇത് റെഡാണ് കേട്ടോ. ഇത് റെഡ് ഒരു 6 വെറൈറ്റി റെഡ് ഉണ്ട്, സിംഗിൾ പെറ്റലും മൾട്ടി പെറ്റലും. സിംഗിൾ പെറ്റലിന് ഒരു 6 വെറൈറ്റി ഉണ്ട്. അത് ഫോട്ടോ ചിലതൊന്നും എൻ്റെ കയ്യിലില്ല, ഞാൻ പറിച്ചെടുത്ത് കൊണ്ടുപോകുമ്പോൾ ഫുള്ളതിൻ്റെ മാത്രമേ എടുത്തിട്ടുള്ളൂ. പിന്നെ ഇത് ഒരു സിംഗിൾ പെറ്റൽ 250 റുപ്പീസിൻ്റെ ചെടിയാണ് കേട്ടോ. അത്യാവശ്യമൊക്കെ വലിപ്പമുണ്ട്. 250ൻ്റെ വലിയ കൊമ്പുകളൊന്നും കൂടുതലായിട്ടില്ല എന്നുള്ളൂ. 250ൻ്റെ സിംഗിൾ പെറ്റ റെയർ കളറാണ്. പിന്നെ ഇപ്പോൾ ഇന്ന് അയക്കാൻ പോകുന്ന മറ്റൊരു ചെടിയാണ് ഇത് വൈറ്റ്. ഈ വൈറ്റ് 250 അല്ല, ഇത് 450 രൂപയ്ക്ക് കൊടുക്കാൻ ഉള്ള ഒരു ചെടി കേട്ടോ. വലിയൊരു ചെടിയാണ്. വലിയൊരു ചട്ടിയിൽ നിന്ന് ആ ചെടി തന്നെ വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറിച്ചു കൊടുത്തതാണ് കേട്ടോ. 450 രൂപ വരുന്ന ഒരു ചെടിയാണ്. പിന്നെ അതിൽ തന്നെ നമ്മളിവിടെ ഗ്രാഫ്റ്റ് ചെയ്തതിൽ അത്യാവശ്യം കോഡക്സുള്ള റെഡ്. അപ്പം ഇത്തരം ചെടികൾ ഞാൻ പറഞ്ഞു, എപ്പോഴും മേടിക്കുമ്പോൾ വളരെ ചെറിയ ചെടി മേടിക്കാതെ കുറച്ച് കരുത്തുള്ള കോഡക്സ് സൈസായ ഗ്രോത്ത് ഉള്ള ഒരു ചെടി മേടിച്ച് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് കേട് വരില്ല, അത് നല്ല സ്ട്രെങ്ത്തിൽ നിൽക്കുകയും ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് വലിയ ചെടികൾ ഈ കുറഞ്ഞ നിരക്കിൽ 250 രൂപ നിരക്കിൽ വലിയ ചെടികൾ വേണമെങ്കിൽ, പലപ്പോഴും പല ആളുകൾ പറയണതാണ്, ഇപ്പം എന്നോട് ഇന്നലെ തന്നെ വിളിച്ച ആളുകൾ, നിങ്ങൾ ഇലയൊക്കെ കളഞ്ഞ് അതിനെ തണ്ട് മാത്രമാക്കി ഏറ്റവും ചുങ്ങിപ്പോയ ചെറിയൊരു കോഡക്സോട് കൂടിയേ അയക്കുള്ളൂ എന്ന് പറയും. അത് കോഡക്സ് കുറച്ച് ചുങ്ങി പോകാറുണ്ട്. ഇപ്പോൾ ഒരു മെയ് 15-12 വരെയൊക്കെ അയച്ച ചെടികളിൽ കുറച്ച് ചുങ്ങലുണ്ട്. കാരണം എന്താ വെച്ചാൽ 2 ആഴ്ച കൂടുമ്പോഴേ നനയ്ക്കുള്ളൂ. ഡ്രൈ ആയി നിന്ന് പൂടാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്തു കൊടുക്കും. അങ്ങനെയുള്ള ചെടികൾ വരുമ്പോൾ അത് കുറച്ച് കടഭാഗം ഒന്ന് ചുങ്ങും. പക്ഷെ വലിയ കോഡക്സ് ആയിരിക്കും, ഒന്ന് ചുങ്ങും. പിന്നെ അത് നമ്മൾ നന്നായി നനയൊക്കെ കൊടുത്തൊന്ന് സെറ്റായാൽ വീണ്ടും പഴയ പോലെയാവും. അപ്പോൾ ഇതിപ്പോൾ ഈ ചെടിയിലൊക്കെ കോഡക്സ് ഒക്കെ കണ്ടില്ല, ഇത്രയും സൈസായ കോഡക്സ് ആണ്, നല്ല കട ഉള്ള വണ്ണുള്ള കോഡക്സ്. അപ്പോൾ ചെടി മേടിക്കുമ്പോൾ കുറച്ച് നല്ലത് മേടിക്കുക. ചെറുത് മേടിക്കേണ്ടെന്നല്ല, ചെറുത് മേടിച്ച് പരിചയമുള്ള ആളുകൾക്ക് അത് വളർത്താൻ അറിയാം, അതിൻ്റെ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളും അറിയാം. അപ്പോൾ വലിയ ചെടി വേണമെങ്കിൽ നമ്മളായിട്ട് കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ. ഇപ്പോൾ ഉള്ള ഈ കളറുകൾ ഇട്ടിട്ട് ഞാൻ ബുക്ക് ചെയ്യും. നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്ത ചെടികളും നമുക്ക് ഗ്രാഫ്റ്റ് ചെയ്യാൻ കൊണ്ടുതന്ന ചെടികളിൽ നിന്നൊക്കെ ഉള്ള ചെടികൾ ഇവിടെ സെയിലിന് വെക്കുന്നുണ്ട്. പിന്നെ സംശയമുള്ള ആളുകൾക്ക് വിളിക്കാം. ഇനി കൂടുതൽ മഴക്കാല പരിചരണമായിട്ട് മറ്റൊരു ദിവസം വേറൊരു വീഡിയോ, മഴക്കാലം തുടങ്ങി എന്നാലും ഒരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും. ഓക്കെ, താങ്ക് യു.